അപ്പോൾ നമ്മൾ ഫ്ലൂട്ട് പഠിക്കുമ്പോൾ കർണാട്ടിക് നമ്മൾ പഠിച്ചാലും ഹിന്ദുസ്ഥാനി പഠിച്ചാലും വെസ്റ്റേൺ പഠിച്ചാലും നമ്മൾ ശ്രുതി ഇട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂട്ട് ഏത് ശ്രുതിക്കാണ് നമ്മൾ സാധനം ചെയ്യുന്നത്. കർണാട്ടിക്കാർ 2 ഫിംഗർ, ഇപ്പോൾ 2 ഫിംഗറിൽ ഏതാണോ ശ്രുതി അത് ഇടുക. 3 ഫിംഗർ പഠിക്കുമ്പോൾ 3 ഫിംഗറിൽ ഏതാണോ ശ്രുതി അത് ഇടുക. നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസ്പോസ് ഫിംഗറിൽ ശ്രുതിയുടെ പ്രാധാന്യമാണ്. ഇപ്പോൾ ട്രാൻസ്പോസ് ഫിംഗറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ശ്രുതി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഡി എന്ന് പറയുന്ന ശ്രുതി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 12 ഫ്ലൂട്ടാണ് നമുക്കുള്ളത്. ഈ 12 ഫ്ലൂട്ടിലും 12 സ്ഥലത്ത് ഡി ഉണ്ട്. ആ 12 സ്ഥലത്തെ ഡികൾ സായായിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ 2 ഫിംഗറിൻ്റെ 3 ഫിംഗറിൻ്റെ ഫ്ലൂട്ട് ഉണ്ട്. ഇപ്പം സാ, ഇപ്പം ഞാനിപ്പോൾ 2 ഫിംഗർ ഡിയുടെ ഫ്ലൂട്ടിലാണ് വായിച്ചത്. ഇനി ഞാൻ 3 ഫിംഗർ ഡിയുടെ ഫ്ലൂട്ടിൽ വായിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാ, അപ്പോൾ അവിടെ 3 ഫിംഗർ വായിച്ചാൽ പോയി. അപ്പോൾ നമുക്ക് ആ ശ്രുതിബോധം നമ്മളിലേക്ക് വരണമെങ്കിൽ, നമ്മൾ ആ സാ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ശ്രുതിഭേദം അല്ലെങ്കിൽ ശ്രുതിഭേദം അല്ല, അത് ട്രാൻസ്പോസ് ഫിംഗറിംഗ് ആണ്. ശ്രുതി നമ്മൾ മാറ്റുന്നില്ല. ശ്രുതി മാറ്റുന്നത് വേറെ ടെക്നിക്കാണ്. അപ്പോൾ ശ്രുതി മാറ്റാതെ നമ്മൾ ഈ ട്രാൻസ്പോസ് ഫിംഗറിംഗ് ആർട്ടിലൂടെ ഒരു ശ്രുതിയിൽ പല ഫ്ലൂട്ടുകൾ ഉപയോഗിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്തൊരു എ ഷാർപ്പിന്റെ ഫ്ലൂട്ടാണ്. അപ്പോൾ നമ്മൾ സാ, അപ്പോൾ ഈ സാ മനസ്സിലാവണമെങ്കിൽ ഈ സാ എന്താണെന്ന് മനസ്സിലാവും. ഈ സാ എന്ന് പറയുന്നത് ശ്രുതിയിൽ ഇടുന്ന സൗണ്ടാണ്. ശ്രുതിയിൽ സായാണ് മെയിൻ സൗണ്ട്, സായും തായും. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പോസ് ഫിംഗറിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രുതി ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. ശ്രുതി ഇട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നോട്ടിൽ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ശ്രുതി ഇട്ടാലേ അത് പഠിക്കുക. ഇപ്പോൾ ഇത് ഒരു സി ഷാർപ്പിന്റെ ഫ്ലൂട്ടാണ്. അപ്പൊ ഇത് ഞാൻ സി ഷാർപ്പിന്റെ ഫ്ലൂട്ടിൽ 2.5 ഫിംഗറിനാണ് സാവടി. അപ്പൊ ട്രാൻസ്പോസ് ഫിംഗറിംഗ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫിംഗറിംഗിൽ ശ്രുതിയിട്ട് മിനിമം 1 വർഷമെങ്കിലും പഠിച്ച് കുറേ രാഗങ്ങളിൽ തറവായിട്ട് മാത്രമേ ട്രാൻസ്പോസ് ഫിംഗറിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് സരിഗമപനിസ 2 ഫിംഗറിൽ പഠിച്ചു, നാളെ 3 ഫിംഗറിൽ പഠിച്ചു, മറ്റന്നാൾ 4 ഫിംഗർ. അപ്പോൾ അതൊന്നും ഉറക്കില്ല. നമുക്ക് നൊട്ടേഷൻ സായിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലർ മോഹനൊക്കെ നിസരിമ പനി എന്നൊക്കെ നൊട്ടേഷൻ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ നൊട്ടേഷൻ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ട്രാൻസ്പോസ് ഫിംഗറിംഗിന്റെ ഇനിയും വീഡിയോസ് ചെയ്യാം. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ ചുരുക്കം എത്രയേ ഉള്ളൂ. ട്രാൻസ്പോസ് ഫിംഗറിംഗിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ശ്രുതിയാണ് പ്രധാനം. ആ ശ്രുതിയിലേക്ക് നമ്മൾ എല്ലാ ഫ്ലൂട്ടുകളെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.